ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ കോൺഗ്രസ് ആവർത്തിച്ച് തെളിവ് ചോദിക്കുകയായിരുന്നു. എത്ര വിമാനങ്ങളാണ് തകർന്നത്, നമുക്ക് എത്രയൊക്കെ നഷ്ടം പറ്റി, ഇന്ത്യക്ക് എത്ര നഷ്ടം പറ്റിയെന്ന് അറിയാനായിരുന്നു രാഹുൽ ഗാന്ധിക്കും ഖാർഗെയ്ക്കും ഉത്സാഹം. പക്ഷേ ഇപ്പോൾ മോദി അതിന് മറുപടി കൊടുത്തിരിക്കുകയാണ്. ഇത്തവണ ക്യാമറ ഇതെല്ലാം പകർത്തിയിട്ടുണ്ട്, ക്യാമറ കണ്ണുകൾ. വീട്ടിലിരുന്ന് തെളിവ് ചോദിക്കുന്നവർക്കുള്ള മറുപടി ഈ ചിത്രങ്ങൾ പറയുമെന്നുള്ളതാണ് മോദിയുടെ മറുപടി. നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം ഉണ്ടായപ്പോൾ വൈകുന്നേരം ക്യാൻഡിൽ ലൈറ്റ് മെഴുകുതിരി കത്തിക്കാനും പീസ് ടോക്സ് നടത്താനും പോയിരുന്നവരാണ്. രാജ്യത്ത് നിരവധി ഭീകരാക്രമണങ്ങളുണ്ടായി. ഇന്ത്യയുടെ പാർലമെൻറ്റിന് നേരെ വരെ ആക്രമണം ഉണ്ടായപ്പോഴും ഈ പറയുന്ന കോൺഗ്രസ്സുകാരെന്ന മൗനത്തിലായിരുന്നു. പിന്നീട് വന്ന മൗനി ബാബയും അത് തന്നെയാണ് തുടർന്നത്. ഇവർക്ക് നാണമില്ലേ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്ക്. കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണെങ്കിലും അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണെങ്കിലും ഇനി നരസിംഹറാവും ഒക്കെ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണെങ്കിലും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനം എന്നുള്ളത് അത് പഞ്ചാബ് സംസ്ഥാനവുമായി ചേർന്നുകൊണ്ടാണെങ്കിലും ഇനി കാശ്മീരുമായി ചേർന്നുകൊണ്ടാണെങ്കിലും ഒക്കെ നിരവധി ഘട്ടങ്ങളിൽ ആ തീവ്രവാദ പ്രവർത്തനത്തിനും ഭീകരവാദ പ്രവർത്തനത്തിനും രാജ്യം വിധേയമായിട്ടുണ്ട്. എത്രയോ ഘട്ടങ്ങളിൽ രാജ്യത്തെ വിവിധ പ്രധാനപ്പെട്ട നഗരങ്ങൾ സ്ഫോടനങ്ങൾക്ക് വിധേയമായി. ഇപ്പോൾ ഡൽഹിയിൽ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്, ബാംഗ്ലൂരിൽ സ്ഫോടനങ്ങൾ അതിന് പ്രത്യേകിച്ച് ഒരു സംസ്ഥാനം എന്നുള്ളതല്ല, രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ട്രെയിനിൽ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. ഏതാണ്ട് 90കളിലും 90കളുടെ മധ്യത്തിലുമൊക്കെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ട്രെയിനുകളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ തീവ്രവാദ പ്രവർത്തനവും ഭീകരവാദ പ്രവർത്തനവും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുന്ന തരത്തിലേക്ക്, അത് ഒളിഞ്ഞും തെളിഞ്ഞും സംഘടനകൾ പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് നിരവധി സംഘടനകൾ അതിൻ്റെ പേരിൽ നിരോധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കെല്ലാം രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടങ്ങളിൽ സൈന്യത്തെ തീവ്രവാദികൾ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, സ്ഫോടനങ്ങൾ സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം അന്നത്തെ പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലക്ക് BJP ആണെങ്കിലും ജനസംഘമാണെങ്കിലും ജനതാ പാർട്ടി ആണെങ്കിലും ഒക്കെ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് തീവ്രവാദത്തെ അമർച്ച ചെയ്യുന്നതിനും തീവ്രവാദം പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളാണെങ്കിലും അവരെല്ലാം പരാജയപ്പെടുത്തണം എന്ന് ശക്തമായി വാദിച്ചിട്ടുള്ള പാർട്ടിയാണ് BJP. ഇനി BJPക്ക് മുൻപ് ജനസംഘമാണെങ്കിലും ജനതാ പാർട്ടി ആണെങ്കിലും ഒക്കെ അതേ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടികളാണ്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് തീവ്രവാദത്തിനെതിരെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു നിലപാട് പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. കോൺഗ്രസ് അധികകാലമൊന്നും നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷത്തിരുന്നിട്ടില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന 2-2.5 വർഷക്കാലവും, പിന്നീട് വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഏകദേശം ഒരു 6 വർഷക്കാലവും, പിന്നീട് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലുള്ള ഏകദേശം ഒരു 12 കൊല്ലക്കാലമായിട്ടുമാണ് ഈ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നത്. കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവരുടെ ഒരു അസ്വസ്ഥതയുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണെങ്കിലും അവർക്ക് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയുണ്ട്. എങ്ങനെയും ആ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തണം, ആ സർക്കാരിനെ മറിച്ചിടണം, ആ സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കണം എന്നുള്ളത് അവരുടെ ഒരു നിരന്തരമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമാണ്. ഇപ്പോൾ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ കുറച്ചുകൂടി ശക്തമാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള കാലഘട്ടത്തെ ഗവൺമെൻറ്റുകളിൽ നിന്ന്, അത് കോൺഗ്രസ് കാലഘട്ടത്തിൽ നിന്ന് കൂടി വ്യത്യസ്തമായി ഉറച്ച തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, അത് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ അങ്ങനെ തന്നെയാണ്, നമ്മുടെ വാണിജ്യ മേഖലയിൽ അങ്ങനെ തന്നെയാണ്, നമ്മുടെ വികസനം കൊണ്ടുവരുന്ന കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇനി പ്രൊഡക്ഷൻ, രാജ്യത്തെ മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പ്രോജക്റ്റ് കൊണ്ടുവന്ന് അതിൽ വലിയ തരത്തിൽ രാജ്യത്ത് ഉൽപ്പാദനം നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ പ്രതിരോധ സേനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ വാങ്ങുന്ന, എപ്പോഴും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു. ഇന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക മാത്രമല്ല, എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വോളിയം നമ്മുടെ ഇരട്ടിയും അതിൻ്റെ ഇരട്ടിയുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം നടത്താൻ വേണ്ടി വരുന്ന ആളുകളെ ഇല്ലാതെയാക്കുക എന്നതാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ ലോകത്തോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം. നേരത്തെ നമ്മൾ പാകിസ്ഥാനുമായി യുദ്ധം നടത്തിയിട്ടുണ്ട്, ചൈനയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം രാഷ്ട്രീയ, സാമൂഹിക, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ വ്യത്യാസമായിരുന്നു. ഈ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല, തീവ്രവാദവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. പക്ഷെ തീവ്രവാദത്തിനെതിരെയുള്ള നമ്മളുടെ ആദ്യത്തെ യുദ്ധപ്രഖ്യാപനം നടക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറിലാണ്. അത് അമർച്ച ചെയ്യണം, അത് ലോകത്തിന് ഭീഷണിയാണ്. നേരത്തെ അമേരിക്ക നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ അവർ 26/11 ശേഷം അവർ ശക്തമായ നിലപാട് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ വാർ ഓൺ ടെറർ എന്നുള്ളവർ തീരുമാനിച്ചിട്ടുണ്ട്. അവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് രാജ്യത്താണോ തീവ്രവാദ പ്രവർത്തനമുള്ളത് അവിടെ അമേരിക്കൻ സേനയുടെ സഹായത്തോടെ അടിച്ചമർത്തണം എന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. ഇവിടെ നമ്മൾ ആ നിലപാട് സ്വീകരിച്ചപ്പോൾ ഒരു പക്ഷേ ലോകത്തിൽ കുറച്ചുകൂടി
അമേരിക്ക കുറച്ചുകൂടി സമയമെടുത്തിട്ടാണ് അവരെ ഫൈൻഡ് ചെയ്യാനും തീവ്രവാദികളെ ഇല്ലാതെയാക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയത്. നമ്മൾ കേവലം ഒരു 2 ആഴ്ചക്കാലത്തിനുള്ളിൽ 21 ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തി എവിടെയാണോ പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രവും ഉത്ഭവ കേന്ദ്രവും പ്രചരണ കേന്ദ്രവും ഒക്കെ ഉണ്ടാകുന്നത് അവിടെയെല്ലാം സെലക്ട് ചെയ്ത് അതിൽ 9 എണ്ണം തകർത്ത് തരിപ്പണമാക്കിയെന്ന് രാജ്യം പറയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നേരത്തെ കോൺഗ്രസ്സുകാർ ആദ്യം ഈ പഹൽഗാം വിഷയമുണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അവർ ചോദിച്ചത് ഇതിനെന്താ തെളിവ്, പാകിസ്ഥാനാണ് ചെയ്തതെന്ന് എന്താ തെളിവ്, അല്ലെങ്കിൽ തീവ്രവാദികൾ ഇവിടെ കടന്നു വന്നു എന്നുള്ളതിന് എന്താണ് തെളിവ്, ഇൻ്റലിജൻസ് റിപ്പോർട്ട് എവിടെയാണ്, അങ്ങനെ കടന്നു വന്നാൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വേണ്ടേ, ഈ തരത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് ഈ ചോദിക്കുന്നതെല്ലാം കോൺഗ്രസ്സിനെ തിരിഞ്ഞുകൊത്തി. കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാർ, മുഖ്യമന്ത്രിമാർ, കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിലെ ട്വിറ്റർ ഹാൻഡിൽ, ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും, ദിഗ്വിജയ് സിംഗ് അടക്കമുള്ള ആളുകൾ, അവരെല്ലാം ഈ തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. കോൺഗ്രസിൻ്റെ AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ അവരെല്ലാം തെളിവ് ചോദിക്കുകയാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അവർ നടത്തുന്ന പ്രസ്താവനകൾ പാകിസ്ഥാൻ അനുകൂലമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള പ്രചരണത്തിൻ്റെ ആയുധമായി മാറി എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പല ട്വിറ്റർ ഹാൻഡിലുകളിലും വന്നിട്ടുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ മന്ത്രിമാർ റീട്വീറ്റ് ചെയ്യുന്നു. അവർ അതെടുത്തുകൊണ്ട് രാജ്യത്തിങ്ങനെ പ്രചരണം നടക്കുന്നതെന്ന് ഉള്ള പ്രചരണം നടത്തി. പാകിസ്ഥാനിലെ ചില ചാനലുകൾ ചർച്ചകൾ നടത്തുമ്പോൾ, അതിൻ്റെ ക്ലിപ്പിങ്ങുകളെല്ലാം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അവൈലബിളാണ്. ചർച്ചകൾ നടത്തുമ്പോൾ അവിടുത്തെ സംവാദകർ അവർ പറയുകയാണ്, ഇന്ത്യയിൽ നമുക്ക് എളുപ്പമാണ്. എങ്ങനെ? ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ പലരും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയോ നമുക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയോ ചെയ്യുന്ന ആളുകളാണ്. അവർ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട്, ഞാനത് ആവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ തരത്തിലുള്ള പ്രചരണം പാകിസ്ഥാനിൽ നടത്തുന്നതിനുള്ള അവസരം ഇവരുണ്ടാക്കി. 2, പഹൽഗാമിൽ വന്ന ആളുകൾ എങ്ങനെ വന്നു, ഇൻ്റലിജൻസ് വീഴ്ചയുണ്ടായോ എന്ന് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ സർക്കാർ ഉത്തരം പറഞ്ഞാൽ ആ ഉത്തരത്തിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? പാകിസ്ഥാനാണ്. ആ ഉത്തരത്തിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? ചൈനയാണ്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ എവിടെയാണോ നമ്മൾ അപ്പോൾ സംസാരിക്കേണ്ടാത്തത് അത് മൗനമായിരിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ നമ്മളുടെ സീക്രസി സൂക്ഷിക്കുന്നതിന് പകരം അത് പബ്ലിക്കാക്കാൻ നിർബന്ധിക്കുകയാണ് സർക്കാരിനെ. ഒപ്പം തന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടണം. എന്തിനാണ് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടുന്നത്? പാർലമെൻറ്റിൽ ഏത് വിഷയവും ഉന്നയിക്കാമല്ലോ. നമ്മുടെ നിയമസഭകളുടെയും പാർലമെൻറ്റിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഏത് വിഷയം ഏത് അംഗത്തിനും പ്രസംഗിക്കാം. അത് മറ്റെവിടെയും ചോദ്യം ചെയ്യാൻ വേണ്ടിയും കഴിയില്ല. ഒരു തെറ്റായ വിവരം പറഞ്ഞാൽ പോലും അത് ലോകത്തിന് മുഴുവൻ ശ്രദ്ധയിലേക്ക് വരും. അത് ലൈവ് ടെലികാസ്റ്റ് പോകുന്നൊരു വിഷയമാണ്. പക്ഷേ അതെന്ത് ചെയ്യാൻ കഴിയില്ല. നമുക്കൊരു നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായി അതിനെ മാറ്റാൻ വേണ്ടി കഴിയില്ല, നമ്മുടെ നിയമസഭാ ചർച്ചകളോ പാർലമെൻറ്റിലെ ചർച്ചകളോ. അപ്പോൾ പാർലമെൻറ്റിൽ ഏത് വിഷയവും ഉന്നയിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉന്നയിക്കാം, അവിടെ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ ചോദ്യങ്ങളും ഉന്നയിക്കാം. അത് സഹായിക്കുന്നത് പാകിസ്ഥാനെയാണ് എന്ന് മനസ്സിലാക്കാത്തവരല്ല ഈ രാജ്യത്തെ സാധാരണക്കാർ. അപ്പോൾ എന്തിനാണ് കോൺഗ്രസ് ഇത് പറയുന്നത്? കോൺഗ്രസ് പറയുന്നത് ഈ രാജ്യത്തെ രഹസ്യങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങളെക്കാൾ അപ്പുറത്ത് സൈന്യം സൂക്ഷിക്കുന്ന രഹസ്യങ്ങൾ, ആ രഹസ്യങ്ങൾ മുഴുവൻ പാകിസ്ഥാനോ പാകിസ്ഥാൻ അനുകൂല സംവിധാനങ്ങൾക്കോ ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. അതിലൊരു ദുഷ്ടലാക്കുണ്ട്. അപ്പോൾ രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനത്തിന്, ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് ഒപ്പം നിൽക്കുന്ന ആളുകളെ സഹായിക്കുക, ഇതാണ് ഒരു അജണ്ട. ആ അജണ്ട രാജ്യത്ത് അംഗീകരിക്കാൻ കഴിയുമോ എന്നുള്ളത് സർക്കാർ സൈന്യത്തിനോട് കൂടിയുള്ള അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ടതാണ്. അവിടെ സർക്കാർ തീരുമാനിച്ചതും സൈന്യം തീരുമാനിച്ചതും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കോൺഗ്രസിൻ്റെ ഇത് ജൽപ്പനങ്ങൾ മാത്രമാണ്, അവസരത്തിനൊത്തുള്ളതല്ല, രാജ്യത്തിൻ്റെ അവസരത്തിനൊത്തുള്ളതല്ല. അതിൽ കുറച്ചുകൂടി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചത് കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 2 കോൺഗ്രസ് നേതാക്കളാണ്. ശ്രീ A.K. ആന്റണി, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ ശ്രദ്ധിക്കപ്പെട്ടുള്ള നിലപാടുകളാണ്, രാജ്യത്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ ശ്രീ ശശി തരൂർ കോൺഗ്രസിൻ്റെ മുഴുവൻ നിലപാടുകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് രാജ്യത്തിനൊപ്പം നിൽക്കണം, ഈ സമയത്ത് ഒരു കാരണവശാലും ആ തരത്തിലുള്ള ചർച്ചകൾക്കുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞത് ശ്രീ ശശി തരൂരാണ്. അപ്പോൾ ശശി തരൂരിനെ അവർ തള്ളിപ്പറഞ്ഞു. ശശി തരൂരിനെ ലോകത്തിൻ്റെ മുൻപിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടുകൾ പറയാനുള്ള സമിതിയിലേക്ക് കോൺഗ്രസ് ഉൾപ്പെടുത്തിയില്ല. അത് ഉൾപ്പെടുത്താതെ തന്നെ എന്താ സൂചിപ്പിക്കുന്നത്? കോൺഗ്രസിൻ്റെ നിലപാട് രാജ്യത്തിൻ്റെ പൊതു നിലപാടിനോ രാജ്യത്തിൻ്റെ പൊതു സംവിധാനത്തിനോ നമ്മുടെ ഗവൺമെൻറ് ചിന്തിക്കുന്നതിനോ സൈന്യം ചിന്തിക്കുന്നതിനോ അനുകൂലമല്ല എന്നുള്ളതാണ്. അതവർ പ്രത്യക്ഷമായി പറയുന്നില്ല, പക്ഷെ പരോക്ഷമായി പറയുന്നു. പ്രത്യക്ഷമായി പറയുന്ന ശശി തരൂരിനെ തള്ളുമ്പോൾ പരോക്ഷമായി സർക്കാരിനെ നിരാകരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അത് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിന് കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരും.